നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒട്ടേറെ രോഗികൾക്ക് ആശ്വാസ കേന്ദ്രമായ പൂക്കൃത്തറ ദയ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും അതോടൊപ്പം തന്നെ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. നടുവട്ടം ഗെറ്റുവൽ ആശുപത്രിയുടെ സഹകരണത്തോടെ ഞായറാഴ്ച പൂക്കൃത്തറ ദാറുൽ ഹിദായ സ്കൂളിലാണ് ക്യാമ്പ് നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്ത വിശദമായി. എടപ്പാൾ പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വാർഡുകളിലെയും 300ഓളം കിടപ്പു രോഗികൾക്ക് മരുന്നും ഹോം കെയർ ശുശ്രൂഷകളും അടക്കം സാന്ത്വന പരിചരണം നൽകി വരുന്ന ദയ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയവും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2015 മുതൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൽ പരിധിയിൽപ്പെട്ട 19 വാർഡുകളിലും ജീവകാരുണ്യ സാന്ത്വന ചികിത്സയുമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ദയ പാലിയേറ്റീവ് കെയർ. അതിന്റെ നേതൃത്വത്തിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന ഞായറാഴ്ച 10-ാം തീയതി നടത്താൻ വേണ്ടി ദയയുടെ കമ്മിറ്റി തീരുമാനിക്കുകയും നടുവട്ടത്തുള്ള ഗെറ്റുവൽ ആശുപത്രിയുടെ സഹകരണത്തോടു കൂടി ആണ് ഈ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. ആ മെഗാ മെഡിക്കൽ ക്യാമ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ദയ പാലിയേറ്റീവ് പൊതുജനങ്ങളെ, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജനങ്ങൾ അറിയിക്കുക എന്നതാണ് ഈ പത്രസമ്മേളനം വിളിച്ചതിന്റെ ഏക ലക്ഷ്യം. പാവപ്പെട്ട രോഗികൾക്ക് അവരുടെ വീടുകളിൽ പോയി ഡോക്ടറും നഴ്സും അടങ്ങുന്ന സംഘം അവരുടെ വീടുകളിൽ പോയി അവർക്ക് വേണ്ടുന്ന ചികിത്സയും മരുന്നും പരിചരണങ്ങളും ആവശ്യമായ മറ്റുള്ള സഹായങ്ങൾ, സാമ്പത്തികമാണെങ്കിൽ സാമ്പത്തികം, മരുന്നാണെങ്കിൽ മരുന്ന്, ഏത് രീതിയിലാണ് രോഗിയെ സഹായിക്കാൻ കഴിയുക ആ രീതിയിലൊക്കെ ദയ പാലിയേറ്റീവ് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സുമനസ്സുകളായ പൊതുജനങ്ങളുടെ സഹായത്താലും വിദ്യാർത്ഥികളുടെ സ്കൂളിൽ നിന്നുള്ള സംഭാവനകൾ, കടകളിൽ വെച്ചിട്ടുള്ള കളക്ഷൻ ബോക്സുകളുണ്ട്, ബോക്സിൽ നിന്ന വരുമാനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ദയ പാലിയേറ്റീവിന്റെ വരുമാന മാർഗങ്ങളായിട്ടുള്ളത്. സർക്കാരിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യാതൊരു സാമ്പത്തിക സഹായവും ലഭിക്കുന്നില്ല. തികച്ചും പൊതുജനങ്ങളുടെ സുമനസ്സുകളുടെ സഹായം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുമായിട്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നടുവട്ടം ഗെറ്റ്വെൽ ആശുപത്രിയുടെ സഹകരണത്തോടെ ഞായറാഴ്ച രാവിലെ 9 മുതൽ പകൽ 1 വരെ പൂക്കൃത്തറ ദാറുൽ ഹിദായ സ്കൂളിലാണ് ക്യാമ്പ്. ഏകദേശം 10 വർഷത്തോളമായി നമ്മൾ എടപ്പാൾ പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള കിടപ്പ് രോഗികളെയും മറ്റ് തരത്തിലുള്ള പ്രയാസപ്പെടുന്ന രോഗികളെയും എല്ലാം അവരുടെ വീടുകളിൽ പോയി നമുക്ക് കഴിയാവുന്ന തരത്തിലുള്ള എല്ലാവിധ തരത്തിലുള്ള ഹെൽപ്പുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേവലം അവരുടെ വീട്ടിൽ മരുന്ന് കൊടുക്കുക എന്ന് മാത്രം, അല്ലെങ്കിൽ അവർക്ക് അവിടെ ആ വീടുകളിൽ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് മരുന്നിനെ ഭക്ഷണത്തിന് പോലും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നമ്മൾ റേഷൻ മണി എന്നുള്ള രൂപത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. തിരിച്ചത് കൂടാതെ നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും ഇപ്പോഴിവിടെ സൈക്കാട്രി പേഷ്യന്റ് ഏകദേശം 30ഓളം രോഗികൾ എല്ലാ തിങ്കളാഴ്ചയും നമ്മളെ ക്ലിനിക്കിൽ വരുന്നുണ്ട്. കോഴിക്കോടുള്ള എംഹാറ്റിന്റെ സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. അവർ ഡോക്ടർ, 2 സൈക്കോളജിസ്റ്റ് അവരെല്ലാം വന്നിട്ട് എല്ലാ ആഴ്ചയിലും അവർക്ക് വേണ്ട പരിശോധനയും മരുന്നുകളെല്ലാം കൊടുക്കുന്ന സംവിധാനമാണ്. പീഡിയാട്രിക്സ്, കണ്ണു പരിശോധന, ഡെന്റൽ, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലാണ് ക്യാമ്പ് നടത്തുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി പ്രവാസി സംഗമം നടത്തും. ഓഗസ്റ്റ് 10-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണിയോടെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ദാറുൽ ഹിദായ സ്കൂളിൽ വെച്ചിട്ടാണ് പൂക്കൃത്തറ നടത്തുന്നത്. അതിന് സഹകരിക്കുന്നത് നമ്മുടെ നടുവട്ടത്തെ ഗെറ്റ്വെൽ ഹോസ്പിറ്റലാണ്. അപ്പൊ അതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓർത്തോപെഡിക്സ്, പീഡിയാട്രിക്സ്, കണ്ണ് പരിശോധന, ഡെന്റൽ, ജനറൽ മെഡിസിന്റെ ഒരു വനിതാ ഡോക്ടർ അടക്കം ഇത്രയും പേരാണ് നമ്മൾ അന്ന് വിഭാഗങ്ങളാണ് അവിടെ പരിശോധിച്ചത്. ദയ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് ഹിബ്സുർ റഹ്മാൻ, സെക്രട്ടറി സെയ്ദ് മുഹമ്മദ്, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമദാസ്, കൺവീനർ ജലീൽ, ജയരാജൻ, ഗോപാലകൃഷ്ണൻ, ഷഹനാസ്, കമ്മുക്കുട്ടി, വി അബൂബക്കർ, രാജൻ കുട്ടത്ത്, ഫൗസിയ, യമുന ദേവി, സജിന, ഫൈസൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. Hospital. Care beyond cure.